ബഹറിന് വന്നിട്ട് 2 ഇയേഴ്സ് ആയെങ്കിലും ഇതുവരെ നാട്ടിൽ പോയിട്ടില്ലാതെ വിഷമം ഉള്ളിലുണ്ട്. അതൊന്നും കാണിക്കാതെ എൻ്റെ ടിന്നൂസ് നമ്മളെയും കൊണ്ടൊരു ചെറിയ ട്രിപ്പ് പോയി. ഒത്തിരി എക്സൈറ്റഡ് ആണ് ഈ ട്രിപ്പിൽ. കുറേ നാളായി വെളിയിലൊരു നൈറ്റ് സ്റ്റേ ഒക്കെ സെറ്റ് ചെയ്തിട്ട്. സോ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് എൻ്റെ ചിന്നൂസ്. ഹലോ ഗായ്സ്, വെൽക്കം ടു എ സ്മോൾ വീഡിയോ ടു അൽദാർ ഐലൻഡ്. നമ്മുടെ സ്വന്തം സണ്ണിക്കുട്ടനോടെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ കുറേ നാളായാലും ഒരു ട്രിപ്പൊക്കെ പോയിട്ട് അങ്ങനെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് സിത്ര ഫിഷർമെൻസ് ബോട്ടിൽ നിന്നും ആണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മുടെ ബുക്കിംഗ് ഓഫീസിൻ്റെ സൈഡിൽ നിന്നും ബോട്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കിയിട്ട് അവർ തിരിച്ചു പോയി. അങ്ങനെ അവിടെ നിന്നും ബോട്ടിൽ കയറി യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഒരു 10 മിനിറ്റ് ബോട്ട് യാത്രയാണ് ഉള്ളത്. സിത്ര ഫിഷർമെൻസ് ബോട്ട് ടു അൽദാർ ഐലൻഡ്. ഒരേ ദ്വീപുകൾ ചേർന്നുണ്ടായ നമ്മുടെ പവിഴ ദ്വീപിൻ്റെ ഒരു ഐലൻഡിൽ നിന്നും അടുത്ത ഐലൻഡിലേക്ക്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒത്തിരി എക്സൈറ്റഡ് ആണ്. അൽദാർ എത്തിയപ്പോൾ തന്നെ സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകൾ വെള്ളരിയില്ല, സാധാ നോർമൽ പ്രാവുകൾ നമ്മളെ സ്വാഗതം ചെയ്തു. എൻട്രി ബാൻഡൊക്കെ കയ്യിലിട്ട് അകത്തേക്ക് കയറി. ചെക്കിന് ശേഷം നമ്മൾ അകത്ത് കയറി. നമ്മൾ ഒരു ഓവർനൈറ്റ് സ്റ്റേ ആണ് ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത്. അവിടേക്ക് നമ്മളെ കൊണ്ടുവിടും ഇന്ന് നമ്മുടെ ഈ ചേട്ടൻ. പോകുന്ന വഴി നല്ല രസമുള്ള ബീച്ചിൻ്റെ കാഴ്ചകളാണ്. 2 വശത്തുമായി നിറയെ ധാരാളം ഹട്ടുകൾ നമുക്ക് കാണാം. ഐലൻഡിൻ്റെ ഒരു സൈഡിൽ റീക്രിയേഷണൽ ഏരിയ ഉണ്ട്. ഗ്രൂപ്പായിട്ട് വരുന്നവർക്കൊക്കെ അത് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഈ നേരെ കാണുന്ന ചെറിയ ചെറിയ ഷാലറ്റ്സിൽ അതിലൊന്നിനാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ. ബീച്ച് ഫ്രണ്ട് വ്യൂ ഉള്ള ചെറിയൊരു 1 ബെഡ്റൂം ഷാലറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2 ബെഡ്റൂം 3 ബെഡ്റൂം ഷാൽസ് വേറെയുണ്ട്. അങ്ങനെ നടന്ന് പരിസരമൊക്കെ ഒന്ന് നോക്കി ഇവിടെ എത്തിയപ്പോഴേക്കും ആദ്യം തന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് ഊഞ്ഞാൽ ആദ്യം തന്നെ കൈയടക്കി ചിന്നൂസ്. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ഇരുന്ന് ചെറുതായിട്ട് കുറച്ച് ഷോർട്സൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത്. ഒരു കാറ്റിൽ നീന്തി വന്നെന്നിൽ പെയ്തു നിൽക്കു നീ എന്നും മഴമയിൽ പീലി നീർത്തും പ്രിയ സ്വപ്നമേ, പല വഴിമരങ്ങളാൽ നിലവുകൾ നിൽക്കെ കൊലുസണിയുന്ന നിലാവേ. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് സെറ്റാക്കി. അപ്പോഴേക്കും നൈറ്റായി. ആൻഡ് വിൻ്റർ സ്റ്റാർട്ടായ സമയത്ത് അറിയാലോ, ഡേ ലൈറ്റ് ടൈം ഭയങ്കര കുറവാണ്. ദ എക്സൈറ്റഡ് പാർട്ട് വാസ് ദാറ്റ് the whole island was exclusively only for us. Literally the sound of waves and some boat was only there. ബിസി സ്ട്രീറ്റ്സ് ഇല്ലാതെ ഒരു ശാന്തമായ നൈറ്റായിരുന്നു അത്. എന്നാ ഒരു ആംബിയൻസ് ആയിരുന്നു അറിയോ, ഒരു രസമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് വിൻഡോസൊക്കെ നോക്കണമല്ലോ. അതാണല്ലോ ആ ബ്ലോഗിൻ്റെ ഒരു പതിവ്. ഞാനായിട്ട് തെറ്റിക്കണ്ടെന്ന് വെച്ച് മിസ്റ്റൊക്കെ സെറ്റിലായിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു രാവിലെ തന്നെ. സമാധാനത്തിൽ ഉറങ്ങിക്കിടന്ന അവളെ ഞാൻ അങ്ങ് ഉണർത്തി. ദ മോർണിംഗ് വ്യൂ വാസ് സൂപ്പർ. രാവിലെ ഉദിച്ച സൂര്യൻ്റെ ഒരു ശോഭയും കുഞ്ഞു കുഞ്ഞു കിളികളുടെ ശബ്ദവും സോ പീസ്ഫുൾ ആൻഡ് കാം മൂഡായിരുന്നു രാവിലെ തന്നെ. അവിടെ പോയി ആ കരയിൽ ഇരുന്നപ്പോൾ തോന്നി ഈ മോർണിംഗ് തീർന്നു പോകല്ലേ എന്ന്. അമ്മാതിരി ഒരു പീസ്ഫുൾ മൈൻഡായിരുന്നു ആ സമയത്ത്. പിന്നെ പാട്ടൊക്കെ കേട്ടിരുന്ന് ഫ്രഷായിട്ട് ഒന്നുകൂടെ ഐലൻഡ് ചുറ്റിക്കാനാൻ ഇറങ്ങി. ആരും അവിടെ ഇല്ല. കാരണം അതുകൊണ്ട് മാത്രം ഒരുത്തം നമ്മുടെ പുറകേന്ന് മാറുന്നില്ലായിരുന്നു. പിന്നെ അപ്പോഴേക്ക് ചെക്കൗട്ട് ടൈമായി. നമ്മളെ കൊണ്ടാക്കിയ ചേട്ടൻ വണ്ടിയുമായി വന്ന് പിക്ക് ചെയ്യും. ഒരു കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഒരു വൈബൊക്കെ പിടിച്ച് അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ബോട്ട് വന്നു. ബോട്ടിൽ കയറി
തിരിച്ച് നമ്മുടെ ബിസി ലൈഫിലേക്ക്. വേറെ ഒത്തിരി നൈറ്റ് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു തന്നെ. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഹൗ ഇറ്റ്സ് ഗോണ ബി, ബട്ട് വി എൻജോയ്ഡ് എ ലോട്ട് ഓൺ ദിസ് ഐലൻഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.